ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട് ജൂലൈ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളിതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ ബേസിസിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിലും എന്നെ ഫോളോ ചെയ്യാം. അവിടെ വേറെ തരത്തിൽ വീഡിയോസ് ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് അവിടെ കിട്ടും. അതല്ലാണ്ട് നിങ്ങൾക്ക് തന്നെ അവിടെ മെസ്സേജ് ചെയ്യാം, ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ. ആൻഡ് എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മെമ്പർ ആവാം. മെമ്പർഷിപ്പ് എടുത്താൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു വീഡിയോ ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. അത് ഉടനെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും വെയിറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് കാണാമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് സമയം എടുക്കാറുണ്ട് എല്ലാവർക്കും, നോൺ മെമ്പേഴ്സിന്. പക്ഷേ മെമ്പർ ആകുമ്പോൾ അത് ഉടനെ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാം വീഡിയോസ്. അപ്പോൾ മെമ്പർ ആവുക, ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ മന്ത്ലി ജൂലൈ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജൂലൈ മാസം എങ്ങനെയായിരിക്കും എന്ന് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലിയോ, നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ജൂലൈ മാസത്തിൻ്റെ ഓവറോൾ എനർജി നിങ്ങൾക്ക് കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ പാസ്റ്റിലെ ഏസ് ഓഫ് കപ്സ്, കറണ്ട് എനർജി നിങ്ങളുടെ 7 ഓഫ് വാൻഡ്സ്, ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഹെർമിറ്റ്, ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം 2 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ അഡ്വൈസ്, ലവേഴ്സ്, ഹിഡൻ ഫാക്ടറിൽ 2 ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് ഔട്ട്കം നിങ്ങൾക്ക് ഈ കാർഡ്. അപ്പോൾ ലിയോ, ഇവിടെ ഞാൻ കാണുന്നത് ഈ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജിയാണ്. അപ്പോൾ ഇതൊരു കരിയർ ഓറിയൻറ്റഡ് എനർജിയാണ്. നിങ്ങളുടെ ഫോക്കസ് ഈ മാസം കരിയറിലായിരിക്കാം. അതല്ല വെച്ചാൽ നിങ്ങളൊരു ടോറസ്, വെർഗോ, കാപ്രിക്കോണിൻ്റെ കൂടെ ഡീൽ ചെയ്യുന്നുണ്ടാവും. ഇവിടെ ഞാനൊരു ഡിവൈൻ കപ്പിളാണ് കാണുന്നത്. ഇതൊരു മാരിഡ് കപ്പിളും ആവാം. അപ്പോൾ നിങ്ങൾ മാരിഡ് ആയിരിക്കാം. പക്ഷേ ഇവിടെ ഞാൻ കാണുന്നത് മാരിഡ് അല്ല വെച്ചാലും നിങ്ങൾ മേ ബി ഒരു പേഴ്സണെ മീറ്റ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ കമ്പാറ്റബിലിറ്റി നല്ലതായിരിക്കും. ഒരു ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഡിവൈൻ കപ്പിൾ മാതിരിയാണ് ഞാൻ കാണുന്നത് ഇവിടെ. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു 9 ഓഫ് വാൻഡ്സിൻ്റെ എനർജി ഉണ്ട്. കുറേ ഒരു ഹെസിറ്റേഷൻ ഉണ്ട്. നിങ്ങൾ രണ്ടാളുടെയും ഈ റിലേഷൻഷിപ്പും കുറേ ആയി നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് വെച്ചാൽ ഇവിടെ കുറേ ഒരു ഹേർട്ടും പെയിൻ ഉണ്ട്. നിങ്ങൾ രണ്ടാളുടെയും ഈ റിലേഷൻഷിപ്പിൽ കുറേ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു പാസ്റ്റിൽ. അതല്ല വെച്ചാൽ നിങ്ങൾ പുതിയതായി ഒരു റിലേഷൻഷിപ്പിലാണ് ഇപ്പോൾ മീറ്റ് ചെയ്ത പറഞ്ഞാൽ ഇതൊരു പുതിയ പേഴ്സണാണ് നിങ്ങളുടെ ലൈഫിൽ വെച്ചാൽ അങ്ങനെയാണ് വെച്ചാൽ ഇത് നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസസിൻ്റെ കാരണം നിങ്ങൾ രണ്ടാളും കുറച്ചൊരു ഹെസിറ്റേറ്റ് ചെയ്യണു. അപ്പോൾ ഏസ് ഓഫ് കപ്സ് ആണ് പാസ്റ്റിൽ. ഇതൊരു പുതിയ ബിഗിനിങ് ആണ്. ഓക്കെ, അപ്പോൾ ഏസ് ഓഫ് കപ്സ് എന്താണ് ഇവിടെ? കിങ് ഓഫ് സോഡ്സ്, ഒരു അക്വേറിയസ്, ലീബ്ര, ജെമിനായി ഉണ്ട്. ആൻഡ് ഇവിടെ 9 ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ട്. അപ്പോൾ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. പക്ഷേ കുറച്ചൊരു റിസർവ്ഡ് എനർജി, റിസർവ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കുറേ ഒരു പ്രാക്ടിക്കൽ എനർജിയാണ് കിങ് ഓഫ് സോഡ്സിൻ്റെ. 9 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ ആദ്യം ഇവിടെ ഞാൻ കാണുന്നത് ഒരു കരിയർ ഫോക്കസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ നിങ്ങളുടെ കരിയറുടെ ത്രൂ ആയിരിക്കും മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ ഞാനിപ്പോൾ കറണ്ട് എനർജിയിൽ കാണുന്നത് ചില ബ്ലോക്സ് ആണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഈ പേഴ്സണെ ഇഷ്ടമാണ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ കുറേ ബ്ലോക്സ് ഉണ്ട്, നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. 7 ഓഫ് വാൻഡ്സ് ഇവിടെ ഉണ്ട്, 4 ഓഫ് വാൻഡ്സ് ഉണ്ട്, 9 ഓഫ് സോഡ്സ് ഉണ്ട്. അപ്പോൾ കുറേ സ്ട്രെസ്സും ഉണ്ട് ഇവിടെ. ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ കുറേ സ്ട്രെസ് ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട്. ഇവിടെ ഒരു റിലേഷൻഷിപ്പ് കാണാനുണ്ട്, പക്ഷെ അതിൽ മുമ്പോട്ട് പോകാൻ കുറേ ബ്ലോക്സ് ഉണ്ട്. നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എന്താ വേണ്ടതെന്ന്. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാനൊരു ബ്രേക്ക് ആണ് കാണുന്നത് ഈ റിലേഷൻഷിപ്പിൽ. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ബ്രേക്കപ്പ് അല്ല, പക്ഷെ ഒരു സെപ്പറേഷൻ ഉണ്ട്. അപ്പോൾ ഹെർമിറ്റ് എനർജി എന്താണ് ഇവിടെ? 3 ഓഫ് വാൻഡ്സ്. ഇവിടെ ഒരു ഫെയ്ത്ത് ഉണ്ട്, ഹോപ്പ് ഉണ്ട്. അത് ഈ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ
മേ ബി കുറച്ച് സമയം കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്ന്. കിങ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ കിങ് ഓഫ് കപ്സ് ഒരു ഇമോഷണൽ എനർജിയാണ്. പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോയുടെ എനർജിയാണ്. ഇതൊരു പുതിയ പേഴ്സണും ആവാം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണത്. അപ്പോൾ ഈ മാസം 2 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ചാലഞ്ച്. അപ്പോൾ ഡെഫിനറ്റ്ലി ലവ് റിലേഷൻഷിപ്പ് ചാലഞ്ചിങ് ആണ്. കുറേ പറഞ്ഞ മാതിരി കോൺഫ്ലിക്റ്റ് ഉണ്ട് ഇവിടെ. അതുമാത്രമല്ല, നിങ്ങൾക്ക് എന്തോ ഒരു സ്റ്റാഗ്നേഷനായി തോന്നുന്നു ഈ റിലേഷൻഷിപ്പിൽ. ഒരു ഡിസിഷൻ എടുക്കാണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. ലവേഴ്സ് ഇവിടെ അഡ്വൈസാണ് നിങ്ങളുടെ. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ്റെ എനർജിയാണ് ഞാൻ കാണുന്നത്. ജെമിനൈ എനർജി. യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പാസ്റ്റിൻ്റെ എല്ലാം കാര്യങ്ങൾ മറന്നിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാനാണ് പറയണത്. ഇവിടെ സമയം എടുത്തിട്ട് നിങ്ങൾ രണ്ടാളും ഈ റിലേഷൻഷിപ്പിൽ സമയം സ്പെൻഡ് ചെയ്ത് ഈ റിലേഷൻഷിപ്പിനെ റിപ്പയർ ചെയ്യാനാണ് യൂണിവേഴ്സ് ഇവിടെ അഡ്വൈസ് തരണത്. 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ. അപ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു തേർഡ് പേഴ്സൺ വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ അതും ഒരു കോംപ്ലിക്കേഷൻ ആയിരിക്കാം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, അത് എന്താ വേണ്ടതെന്ന്. ഇവിടെ ഒരു ഇൻസ്റ്റേബിൾ റിലേഷൻഷിപ്പും ഉണ്ട്. പക്ഷേ ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങൾക്കൊരു ചോയ്സ് എടുക്കേണ്ടി വരും 2 ആൾക്കാരുടെ ഇടയ്ക്ക്. അതുമാത്രമല്ല, കറണ്ട് റിലേഷൻഷിപ്പിലും കുറേ ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് കുറച്ച് നിങ്ങൾ രണ്ടാളും ഒരു സെപ്പറേറ്റഡ് എനർജിയിലായിരിക്കും. അപ്പോൾ വേൾഡാണ് ഔട്ട്കം. നിങ്ങളൊരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത്. എന്തോ ഒരു പാസ്റ്റ് സൈക്കിൾ നിങ്ങൾ റിലീസ് ചെയ്യണു. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഈ റിലേഷൻഷിപ്പിനെ വിട്ടിട്ടാണ് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോണത്. എന്നുവെച്ചാൽ ഇവിടെ കുറേ ഒരു പെയിൻ ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ. അപ്പോൾ സെപ്പറേഷൻ ഉണ്ട്, പക്ഷേ കുറേ വേറെ ഓപ്ഷൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഈ മാസത്തിൻ്റെ റീഡിംഗിലെയോ. നിങ്ങൾക്ക് കുറേ ടെംപ്റ്റേഷൻസ് ഉണ്ടാവും. എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ലതായി പൂണില്ല വെച്ചാൽ ഈ സെപ്പറേഷൻ്റെ സമയത്ത് കുറേ വേറെ പുതിയ ആൾക്കാരും നിങ്ങളുടെ ലൈഫിൽ വരും. ആൻഡ് അതൊരു ടെംപ്റ്റേഷൻ ആയിരിക്കും നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. ബിഗ് ഹാപ്പി ചേഞ്ചസ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ കുറച്ച് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുക ലിയോ. എനിക്ക് തോന്നുന്നത് ഇതൊരു ഫേസാണ് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ഇതൊരു പെർമനൻറ്റ് കാര്യമല്ല. മേ ബി നെക്സ്റ്റ് മന്ത് ആകുമ്പോഴേക്കും കാര്യങ്ങൾ പോസിറ്റീവ്ലി ചേഞ്ച് ആവും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്, പൈസീസ് ഉണ്ട്, ക്യാൻസർ ഉണ്ട്, വെർഗോ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ. എൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.